കൊല്ലം ചിതറയിൽ 5 അംഗ സംഘം യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തുമ്പമൺ സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുമ്പമൺ തൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, മഹി, വിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അല്പസമയം മുമ്പ് വി അരുൺ റിപ്പോർട്ട് ചെയ്തത് മദ്യലഹരിയിൽ ഒരു മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസാണ്. ഇവിടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തെ തുടർന്ന് യുവാവിനെ 5 അംഗ സംഘം ക്രൂരമായി കൊലപ്പെടുത്തുന്നു, കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. എന്താണ് ഈ കേസിനെ കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ? ദാരുണമായ സംഭവമാണ് കൊല്ലം ചിതറയിൽ സംഭവിച്ചത്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ തമ്മിൽ ഉണ്ടായ തർക്കം, ആ ഒരു തർക്കമാണ് കഴിഞ്ഞ ദിവസം രാത്രി ദാരുണമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഭാരവാഹികളായിരുന്ന കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ ആനന്ദു, ഇവർ രണ്ടുപേരും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാരവാഹികളായിരുന്നു. മറ്റ് ഒരു വിഭാഗം യുവാക്കളുമായി ഉണ്ടായ തർക്കം, ഈ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. മാത്രമല്ല, ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കം, അത് പിന്നീട് ഈ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തത്, അതിലെ വൈരാഗ്യം, ഇതെല്ലാം തന്നെ കൊലപാതകത്തിന് കാരണമായെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. അതായത് കൊലപാതകത്തിന് കലാശിച്ച സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്. കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ സുഹൃത്തായ അനന്തുവും ബൈക്കിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ പ്രതികളിൽ ഉൾപ്പെട്ട 2 പേർ ആ ഭാഗത്തേക്ക് വരികയും ഇവരെ അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ബൈക്കുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികൾ 5-ലധികം വരുന്ന ആളുകൾ സഞ്ചരിച്ച് ഇവരെ പിന്തുടർന്ന് പിന്നീട് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. സുജിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ അനന്തുവിനും കുത്തേറ്റിട്ടുണ്ട്. ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ തന്നെയാണ് അനന്തുവിനെയും കുത്തിയത്. ഇതിൽ കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട്, ഇവർ ഈ കൊലപാതകം നടത്തുക, ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നില്ല. എഫ്ഐആറിൽ പറയുന്നത് കൊലപാതകം ഉറപ്പാക്കാൻ വേണ്ടി നടന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സുജിനെ 3 പേർ ബലമായി പിടിച്ചു വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ ആക്രമിക്കുകയും ചെയ്തു, കുത്തുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് ആദ്യം അവിടെയുള്ള പ്രദേശത്ത് തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുത്തേറ്റ അനന്തു ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ പ്രതികളിൽ ഉണ്ടായിരുന്നതിൽ സൂര്യജിത്ത്, അതായത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം, ഈ 5 അംഗ സംഘത്തിന്റെ, ക്രിമിനൽ സംഘത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കം പറയുന്നുണ്ട്. എന്താണ് കൊലപാതകത്തിന് കാരണം? ഈ 2 പേരോടുള്ള വിരോധത്തിന്റെ കാരണം എന്താണെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇവര് ഇതിന് മുൻപ് ഏതെങ്കിലും കേസുകളിൽ ലഹരി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ പിടിയിലായ 5 അംഗ സംഘം? വിനോദ്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത വാർത്ത, മാതാവിനെ കൊലപ്പെടുത്തിയ വാർത്തയാണ്. അത് ഈ ലഹരി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിനും കാരണമായിട്ടുള്ളത്. പ്രതികളുടെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തു എന്ന കാര്യമാണ് ഇതിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, അവിടെ നടന്ന ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ സുഹൃത്ത് അനന്തുവും ഇതിൻ്റെ ഭാരവാഹികളായിരുന്നു, ക്ഷേത്രം ഭാരവാഹികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടപ്പോൾ എതിർ വിഭാഗത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ മറ്റ് ഒരു സംഘം യുവാക്കളുമായി തർക്കമുണ്ടാകുന്ന നിലയുണ്ടായി. പിന്നീടാണ് ഈ പരസ്യമദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ തുടർച്ചയായി വരുന്നത്. അത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയെന്നാണ്. പ്രതികളുടെ മറ്റ് പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ എഫ്ഐആറിൽ പറയുന്നില്ല. പക്ഷേ അത് തുടരന്വേഷണത്തിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാവുക. കാരണം ഇവർ ചെയ്ത രീതി അനുസരിച്ച് ഇത് പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഉണ്ടായ കാര്യമല്ല. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് കാലങ്ങളോളം ഈ ആക്രമിക്കപ്പെട്ടവരുടെ പിന്നാലെ നടന്ന് അവരെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഈ കൃത്യം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സൂര്യജിത്താണ് ഇതിൽ സുജിനെ കുത്തിവീഴ്ത്തുന്നത്. സുജിനാണ് കൊല്ലപ്പെട്ടത്. അനന്തുവിനും കുത്തേറ്റിട്ടുണ്ട്. ലാലു എന്ന മറ്റൊരാൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. ലാലുവാണ് അനന്തുവിനെ ആക്രമിച്ചതെന്നും പോലീസ് കണ്ടെത്തുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പിടിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കും. ലഹരി തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമായത്. 3 പേർ ബലമായി സുജിനെ പിടിച്ചു വെച്ച് കൊടുത്തു. ഒരാൾ കുത്തി ഈ പറയുന്ന സൂര്യജിത്ത് കുത്തി വീഴ്ത്തുകയും ചെയ്തു. ആ
ലക്ഷ്യം അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല, മറിച്ച് ഇവരെ രണ്ടുപേർ എത്തി ആദ്യം അസഭ്യം പറയുകയും ഇവർ സഞ്ചരിക്കുമ്പോൾ കരുതിക്കൂട്ടി നിന്നവർ സംഘമായി ചേർന്ന് ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആക്രമിക്കുക എന്നത് മാത്രമല്ല, ഇവരെ വകവരുത്തുക, ഇവരെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി പ്രതികൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് FIR-ൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിൽ കൂടുതലായ അന്വേഷണങ്ങൾ തുടരും. കൂടുതൽ പ്രതികളുണ്ടോ, പ്രതികളെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ടോം, വിനോദ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊല്ലത്ത് തന്നെ, കൊല്ലം ജില്ലയിൽ തന്നെ മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അവിടെ ഗുണ്ടാ കുടിപ്പക, അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഗുണ്ടാ കുടിപ്പകയല്ല, പക്ഷേ ഈ പ്രതികളുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്താനുള്ള രീതിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു കൊട്ടേഷൻ ആക്രമണവും മറ്റുമായി ഇതിനെ കാണണോ, അതോ ഈ കൊലയാളികൾക്ക്, ഈ 5-അംഗ സംഘത്തിന് ഈ മരിച്ച യുവാവുമായിട്ടുള്ള വൈരാഗ്യം അത് മാത്രമായിരിക്കുമോ ഈ കൊലപാതകത്തിന് കാരണമായി പറയപ്പെടുന്നത്? ടോം, ആയുധം കയ്യിൽ കരുതുക എന്നത് ഇവിടെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ ആയുധവുമായി സഞ്ചരിക്കുകയും രാത്രി ഈ ആക്രമിക്കപ്പെടേണ്ടവരെ കൃത്യമായി സ്പോട്ട് ചെയ്ത് അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ആദ്യം രണ്ടുപേരെത്തുകയും അവരെ അസഭ്യം പറയുകയും അവർ അവിടെ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവർ കൂടി എത്തുകയും ആക്രമിക്കുകയുമായിരുന്നു. മാത്രമല്ല, അവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സമർത്ഥിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വ്യക്തമാകുന്നത്. കാരണം പെട്ടെന്നൊരു പ്രകോപനത്തിൽ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ആക്രമിക്കുകയല്ല, ഏതെങ്കിലും വടിയോ കമ്പോ അങ്ങനെയുള്ള ഇരുമ്പ് കഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുള്ളൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലെ ആക്രമണമല്ല, മറിച്ച് കൃത്യമായി ഇവർ ആയുധം കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ആ ആയുധം കൊണ്ടു നടക്കുകയും ഇവരെ വകവരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് FIR-ൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായത് നേരത്തെയുള്ള വൈരാഗ്യമാണ്, പൂർവ്വ വൈരാഗ്യം തന്നെയാണ് ഇത്തരമൊരു ആക്രമണത്തിന് അടിസ്ഥാനമെന്നും കൃത്യമായി പറയുന്നുണ്ട്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാരവാഹിയായിരുന്നു കൊല്ലപ്പെട്ട യുവാവ്. അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട മറ്റൊരാൾ ഈ യുവാവിൻ്റെ സുഹൃത്ത്, ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ തരത്തിൽ ഈ ചിതറയിൽ ഉള്ള 2 യുവാക്കൾ, അവരവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ, ആ കമ്മിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവരോട് മറ്റ് ചിലർക്ക്, ഒരു വിഭാഗം യുവാക്കൾക്ക് തോന്നിയ ഒരു വൈരാഗ്യമാണ്. അതിൽ ഈ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനടിസ്ഥാനമായി വരുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന് കാരണമായതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നതും. ടോം, യെസ്, വ്യക്തമാണ്. BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ മദ്യവും ലഹരിയും ഒക്കെയാണ് ഇവിടെ പലപ്പോഴും വില്ലനാകുന്നത്. ഇവിടെ കൊല്ലത്തൊരു യുവാവിന്റെ ജീവനെടുക്കുന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്താനുള്ള കാരണവും അവിടെ മദ്യമായിരുന്നു. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുള്ള കുഞ്ഞിനെ, കല്യാണി എന്ന പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസാണ്. പക്ഷെ എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ വാർത്ത പരിശോധിക്കാം.